പതിവിലും വോളറ്റൈലായിരുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഇന്നത്തെ ദിവസം 0.50% ഇടിഞ്ഞ് 24,918 ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 13 സ്റ്റോക്കുകളും പോസിറ്റീവ് ടെറിട്ടറിയിലായിരുന്നു. ബജാജ് ഓട്ടോ, LTI മൈൻഡ്രി, ഏഷ്യൻ പെയിൻറ്, ബജാജ് ഫിനാൻസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ 1 മുതൽ 4% ഉയർന്നു. സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഇന്ന് 0.8% ഇടിഞ്ഞു. HFCL, IRB ഇൻഫ്രാസ്ട്രക്ചർ, വെൽപ്സൺ, സ്വാൻ എനർജി, ആരതി ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 4.2 മുതൽ 5% ഇടിഞ്ഞു. അതേസമയം മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. സുസലോൺ എനർജി 5%, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് 4.6%, JSW ഇൻഫ്രാസ്ട്രക്ചർ 4.5%, പേജ് ഇൻഡസ്ട്രീസ് 3.6% ഉയർന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ 5 ആഴ്ചയിലെ ഏറ്റവും വലിയ ഇൻട്രാഡേ ഡ്രോപ്പിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ടാറ്റ മോട്ടോഴ്സിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS സെല്ലെന്ന റേറ്റിംഗ് നൽകിയതാണ് സ്റ്റോക്ക് 6% ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. ഇവിടെ UBSൻ്റെ റിപ്പോർട്ടിൽ JLR മോഡൽസിൻ്റെ സെയിൽസ് ഇടിഞ്ഞതും JLR മോഡൽസിന് ലഭിക്കുന്ന ഓർഡർ കുറഞ്ഞതുമാണ് ടാറ്റ മോട്ടോഴ്സിന് ഡൗൺ സൈഡിലെ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ കാരണം. കഴിഞ്ഞ വർഷം 1,33,000 JLR വെഹിക്കിൾസിൻ്റെ ഓർഡർ ലഭിച്ചെടുത്ത് ഇപ്പോൾ 1,04,000 യൂണിറ്റ്സിൻ്റെ ഓർഡർ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് കുറഞ്ഞതുകൊണ്ട് റേഞ്ച് റോവറിനെ കൂടുതൽ ഡിസ്കൗണ്ടിൽ കമ്പനിക്ക് വിറ്റഴിക്കേണ്ടതായിട്ടും വരും. ഇത് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPOയ്ക്ക് മികച്ച സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതുകൊണ്ട് ബജാജ് ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ബജാജ് ഓട്ടോ, ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇനി 45 മുതൽ 50% റിട്ടേണിന് വേണ്ടി അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. പ്രമുഖ അനലിസ്റ്റുകളായ എസ് സെക്യൂരിറ്റീസ്, എസ് സെക്യൂരിറ്റി, ആനന്ദ് റാട്ടി ഷെയർസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ്, ദോലത്ത് ക്യാപിറ്റൽ, ആക്സിസ് സെക്യൂരിറ്റീസ്, AMG ഗ്ലോബൽ, സുനിധി ഇൻ്റർനാഷണൽ റിസർച്ച് തുടങ്ങിയ കമ്പനികൾ റെക്കമെൻഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് RR കേബിൾ. എസ് സെക്യൂരിറ്റീസ് RR കേബിളിന് ബൈ എന്ന റേറ്റിംഗ് 33% അപ്സൈഡിൽ 2,083 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ R&D ഇൻവെസ്റ്റ്മെൻറ്റ്, റോബസ്റ്റ് മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റീസ്, പ്രൊഡൻറ്റ് കപ്പാസിറ്റി എക്സ്പാൻഷൻ എന്നിവ പരിഗണിച്ചാണ് എസ് സെക്യൂരിറ്റീസ് RR കേബിൾ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. RR കേബിൾ എന്ന കമ്പനിയുടെ 3 വർഷത്തെ EBITDA 20%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 36%, 3 വർഷത്തെ റവന്യൂ 20%, EBITDA 36%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 40% വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2024-26 എക്കണോമിക്കൽ ഇയറിലാണ് ഈ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കൂടാതെ കമ്പനി അതിൻ്റെ മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ശ്രമിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ RR കേബിൾ എന്ന സ്റ്റോക്കിന് 2,083 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്ന സുപ്രാജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. സുപ്രാജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി ഓട്ടോമോട്ടീവ് കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ലൈഫ് സ്റ്റൈൽ വന്നിരിക്കുന്ന മാറ്റവും 2 വീലർ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രോങ് പ്രസൻസിൻ്റെയും പശ്ചാത്തലത്തിൽ സുപ്രാജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ സ്ട്രോങ് ആണ്. ഹെൽത്തി ഓർഡർ ബുക്കാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാജുവൽ റേറ്റിംഗ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസി സുപ്രാജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നു. ദോലത്ത് ക്യാപിറ്റൽ 22% റിട്ടേണിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന സ്റ്റോക്ക്. ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന കമ്പനി പ്രധാനമായും ബാങ്കിങ് സെക്ടർ, കൺസിസ്റ്റൻ്റ് കസ്റ്റമർ അപ്ഗ്രേഡ് തുടങ്ങിയ സെക്ടറുകളിൽ കേറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന കമ്പനി വരുന്ന 4 മുതൽ 5 വർഷത്തിനുള്ളിൽ $500 മില്യൺ റവന്യൂ അച്ചീവ് ചെയ്തേക്കും എന്നാണ് ദോലത്ത് ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഹെൽത്തി കസ്റ്റമർ അഡിഷൻ, അതോടൊപ്പം തന്നെ GTM, ഇൻഡസ്ട്രി റെക്കഗ്നൈസേഷൻ എന്നീ ഫാക്ടറുകൾ പരിശോധിച്ചാണ് ദോലത്ത് ക്യാപിറ്റൽ ന്യൂജൻ സോഫ്റ്റ്വെയറിന് ബൈ എന്ന റേറ്റിംഗും 1,300 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ആക്സിസ് സെക്യൂരിറ്റി സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് വിയടെക് വബാഗ് എന്ന സ്റ്റോക്കാണ്. വിയടെക് വബാഗിന് 1,700 രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 25% അപ്സൈഡിലുള്ള ടാർഗറ്റ്. കമ്പനി പ്രധാനമായും കൺസർവേഷൻ, ഒപ്റ്റിമൈസേഷൻ, റീസൈക്ലിംഗ് തുടങ്ങിയ സെക്ടറുകളിലാണ് പ്രവർത്തിക്കുന്നത്.
വിയടെക് വബാഗ് എന്ന കമ്പനിയുടെ ഓർഡർ ബുക്ക് വളരെയധികം സ്ട്രോങ് ആണ്. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 18 ടൈംസ് ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിയടെക് വബാഗിന് ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 1700 രൂപയുടെ ടാർഗറ്റ് നൽകി. AMK ഗ്ലോബൽസ് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് സിയറ്റ് ആണ്. സിയറ്റിന് 3650 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സിയറ്റ് എന്ന കമ്പനിയുടെ ബെസ്റ്റ് ഇൻ ക്ലാസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റ് സ്പെൻഡ്, OEM റിലേഷൻഷിപ്പ് എന്നിവ പരിഗണിച്ചാണ് AMK ഗ്ലോബൽ സർവീസ് സിയറ്റ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 3650 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. അവസാന സ്റ്റോക്ക് മേഗ്മണി ഇൻ്റർനാഷണൽ, സുൻതി ഇൻ്റർനാഷണൽ, മേഗ്മണി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിന് 186 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കമ്പനി പ്രധാനമായും അഗ്രോ കെമിക്കൽസും പിഗ്മെൻറ്റും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിക്ക് വളരെയധികം മാനുഫാക്ചറിങ് പ്ലാന്റുകളുമുണ്ട്. റീസെൻ്റ്ലി 75 രാജ്യങ്ങളിലായി 3500ഓളം നെറ്റ്വർക്ക്സും ഉള്ള ഒരു കമ്പനിയാണ് മേഗ്മണി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. മേഗ്മണി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 186 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്